ഹായ് ഓൾ. ലേൺ മൈ സിഗ്നോ യാത്രയിൽ നമ്മൾ ഇന്ന് പോകുന്നത് കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ കീഴിൽ വരുന്ന തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവ് എന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന അൻസാർ വുമൻസ് കോളേജിലേക്കാണ്. എറണാകുളം, പാലക്കാട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ നിന്ന് വരുന്നവർക്കും അതുപോലെ തൃശ്ശൂരിൽ നിന്നുള്ളവർക്കും ഒക്കെ തന്നെ ഒരേ റൂട്ടിലാണ് പോകേണ്ടത്. ഒന്നുകിൽ എടപ്പാൾ ബസ് പിടിച്ച് ആ റൂട്ടിൽ പോകാവുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ് തൃശ്ശൂരിൽ നിന്ന്. അല്ലെങ്കിൽ പിന്നെ കുറ്റിപ്പുറത്തേക്കുള്ള ബസ് എടുത്താലും നമുക്ക് പെരുമ്പിലാവിൽ ഇറങ്ങാൻ സാധിക്കുന്നതാണ്. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് നമുക്ക് പെരുമ്പിലാവ് സ്റ്റോപ്പിലേക്ക് എത്താൻ സാധിക്കുക. പെരുമ്പിലാവ് അൻസാർ വുമൻസ് കോളേജിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് അൻസാർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വേറെയും ബിൽഡിംഗ്സ് കാണാം. അതൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ച് ഇഗ്നോയുടെ സ്റ്റഡി സെന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അൻസാർ വുമൻസ് കോളേജ് ആണ്. അതിന് കുറച്ചുകൂടെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. പെരുമ്പിലാവ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്തോട്ട് ഒരു 100-150 മീറ്റർ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അൻസാർ വുമൻസ് കോളേജ് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ അൻസാർ വുമൻസ് കോളേജ് പെരുമ്പിലാവ്. പാർക്കിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. കയറിയ ഉടനെ വലത്തെ ഭാഗത്തായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. കയറിയ ഉടനെ ഇടത്തെ ഭാഗത്തായിട്ട് വരുന്ന കൊമേഴ്സ് ബ്ലോക്കിലാണ് ഇഗ്നോന്റെ ഓഫീസും ഇഗ്നോ എക്സാംസ് നടക്കുന്ന ഹാളുകളും എല്ലാം തന്നെ. കയറി ഉടനെ ലെഫ്റ്റിലുള്ള നമ്മുടെ കൊമേഴ്സ് ബ്ലോക്കിന് മുന്നിലായിട്ടുള്ള സൈൻ ബോർഡാണിത്. ഇഗ്നോ സ്പെഷ്യൽ സ്റ്റഡി സെന്റർ എന്നുള്ളതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ട ശേഷം കൊമേഴ്സ് ബ്ലോക്കിലേക്ക് കയറാവുന്നതാണ്. ഈ കാണുന്നതാണ് ജെൻസ് ടോയ്ലറ്റ്. ഈ മുറികളിലൊക്കെ എക്സാംസ് നടക്കാറുമുണ്ട്. വരാത്തതിന് ആ കാണുന്നതാണ് നമ്മുടെ നോട്ടീസ് ബോർഡ്. അവിടെ ഇഗ്നോ എക്സാം സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ തന്നെ ആ ബോർഡിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഈ കാണുന്നതാണ് ഇഗ്നോ എക്സാം കൺട്രോൾ റൂം. ഇഗ്നോ എക്സാം സംബന്ധിച്ചും ഇഗ്നോയിലെ മറ്റ് വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ റൂമിലേക്ക് എത്തിയാൽ മതിയാവും. ഈ കാണുന്ന സോഷ്യൽ സെന്റർ എന്ന പേരിലുള്ള ഈ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ക്യാൻറ്റീൻ. ക്യാൻറ്റീനിൽ ചായ, ചോറ് അങ്ങനത്തെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളൊന്നും ലഭിക്കുന്നതായിരിക്കില്ല. നാരങ്ങയുള്ള അതുപോലെ തന്നെ സ്നാക്സും ആണ് ലഭിക്കുക. മറ്റു ഹോട്ടലുകൾക്ക് പെരുമ്പിലാവ് ടൗണിലേക്ക് നമ്മൾ എവിടെയാണോ ബസ് ഇറങ്ങിയത് അതിനടുത്തായിട്ട് തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. കുടിവെള്ളത്തിനുള്ള സൗകര്യം ക്യാൻറ്റീനകത്ത് ലഭ്യമാണ്. പിന്നെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ കോളേജിൽ ഒരുവിധ എല്ലാ സ്പോർട്സും നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. ഫുട്ബോളും, ക്രിക്കറ്റ് മാച്ചും, ബാസ്കറ്റ് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എക്സാം എഴുതാനിരിക്കുന്ന ക്ലാസ് മുറികളിലും എല്ലാവിധ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഫാനും ലൈറ്റും എല്ലാം തന്നെ ഉണ്ട്. അതുപോലെ കോളേജിനകത്ത് തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. നിസ്കരിക്കണം എന്നുള്ളവർക്ക് ഈ ബിൽഡിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് അൻസാർ വുമൻസ് കോളേജ് ക്യാമ്പസിലെ പ്രധാനപ്പെട്ട സ്റ്റോർ. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഒരുവിധം പെന്ന്, പെൻസിൽ, ബുക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കിട്ടും. അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ സ്റ്റോർ വരുന്നത്. കോളേജ് കൂടാതെ സ്കൂൾ ബിൽഡിംഗിലും എക്സാംസ് നടത്താറുണ്ട്. അപ്പോൾ അൻസാർ വുമൻസ് കോളേജിൽ ഇഗ്നോ സ്റ്റഡി സെന്റർ ആയിട്ട് എക്സാം എഴുതാൻ വരുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ കരുതേണ്ടത് പ്രധാനമായിട്ടും ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് കരുതാൻ ശ്രമിക്കുക. കാരണം ക്യാൻറ്റീനിൽ നമുക്ക് നാരങ്ങവെള്ളം, കൂൾ ഡ്രിങ്ക്സും അതുപോലെ മറ്റ് കടികളും മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ കാര്യപ്പെട്ട ഫുഡ് ഐറ്റംസ് ഒന്നും ലഭിക്കുന്നതായിരിക്കില്ല. കുടിവെള്ളത്തിനുള്ള സൗകര്യം ക്യാൻറ്റീനിലുണ്ട്. പാർക്കിംഗ് സൗകര്യമുണ്ട്. എക്സാം എഴുതുന്ന മുറികളും അതുപോലെ തന്നെ ഇഗ്നോന്റെ ഓഫീസും നമ്മൾ കണ്ടു. ഈ സൗകര്യങ്ങളൊക്കെ പരമാവധി ഉപയോഗിക്കുക. എക്സാം എഴുതുന്ന മുറികൾ ഏതൊക്കെയാണെന്നും അതുപോലെ ഇഗ്നോന്റെ ഓഫീസും നമ്മൾ കണ്ടു. നോട്ടീസ് ബോർഡ് എവിടെയാണെന്നുള്ളത് കണ്ടു. ഇതൊക്കെ തന്നെ എക്സാം എഴുതാൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വരിക. നല്ല സ്റ്റോർ ഉള്ളത് കൊണ്ട് തന്നെ അഥവാ നിങ്ങൾ പെന്നോ പെൻസിലോ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ആ സ്റ്റോർ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഇഗ്നോ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഇഗ്നോ യാത്ര എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.